ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനം. സഹനത്തെ സ്നേഹമായി കരുതിയ വിശുദ്ധ. ഒരു ദിവസമെങ്കിലും തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവൾ ഈശോയോട് ചോദിക്കും, ഈശോയെ, നിനക്കെന്നോട് കെറുവാണോ ഇന്നെനിക്ക് സഹനങ്ങൾ തന്നില്ലല്ലോ എന്ന്. അത്രയേറെ സഹനത്തെ സ്നേഹിച്ച വിശുദ്ധയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലാതാകുന്നതുപോലെ അലിഞ്ഞു തീർന്ന ഒരു ജീവിതം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് വെളിച്ചമാകുവാനും അവൾ എന്നും ശ്രമിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വറുതിയിൽ എരിഞ്ഞിരുന്ന മധ്യ തിരുവിതാംകൂറിൽ വിളക്ക് തെളിയിക്കുവാൻ മണ്ണെണ്ണയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അൽഫോൻസാമ്മ ജീവിച്ചത്. അന്ന് ആ മഠത്തിലേക്ക് കടന്നു വരുന്നവർ കുട്ടികളായാലും മുതിർന്നവരായാലും യുവാക്കളായാലും വൃദ്ധരായാലും അവൾ ചോദിക്കും, എനിക്കൊരു മെഴുകുതിരി തരുമോ, ഒരു മുറിത്തിരി ആയാലും മതിയെന്ന്. അങ്ങനെ കിട്ടുന്ന ആ മെഴുകുതിരി അവൾ തൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് മഠത്തിലെ വിളക്കുകൾ ഓരോന്നും കരിന്തിരി കത്തിത്തുടങ്ങുമ്പോൾ അവൾ തൻ്റെ രോഗക്കിടക്കിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. തനിക്ക് സമ്പാദ്യമായി കിട്ടിയ ആ മുറിത്തിരികളുമായി അവൾ ആ മഠത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങും. ഇരുട്ട് വരുന്ന ആ മുറിയിൽ അവൾ ആ തിരികൾ ഒന്നൊന്നായി കത്തിച്ചു വയ്ക്കും. കരിന്തിരി കത്തിയ ആ വിളക്കിൽ നിന്ന് വരുന്ന വിഷപ്പുക പോലെ തൻ്റെ നേരെ വരുന്ന ശകാരവാക്കുകളും ശാപവാക്കുകളും ഒന്നും ഗവനിക്കാതെ സ്നേഹിക്കുവാനും വെളിച്ചമാകുവാനാണ് താൻ നിയോഗിക്കപ്പെട്ടിരുന്നതെന്ന് അവൾ ഒരിക്കലും മറന്നുപോയിരുന്നില്ല. ഭരണജ്ഞാനത്തെ ക്ലാരമടത്തിൽ അവൾ തെളിച്ചു വെച്ച ആ മെഴുകുതിരി ഇന്ന് എരിഞ്ഞു തീർന്നിരിക്കുന്നു. എന്നാൽ തൻ്റെ ഉദാത്തമായ ജീവിതം കൊണ്ട് അവൾ തെളിയിച്ച ആ സുഹൃത വെളിച്ചം ഇന്നും അനേകരുടെ ഹൃദയത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ വെളിച്ചം നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു വെളിച്ചമാകട്ടെ. സഹനത്തിൻ്റെ പുത്രി പറയുന്നു, കഷ്ടപ്പാടുകളും സഹനങ്ങളും ദുഃഖങ്ങളും ത്യാഗങ്ങളും വേദനകളുമൊക്കെ ദൈവം തമ്പുരാൻ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് മാത്രം നൽകുന്ന നിത്യസമ്മാനമാണെന്ന്. പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അൽഫോൻസാമ്മയെ വിശുദ്ധ അൽഫോൻസാമ്മയാക്കി ഉയർത്തിയത്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ദൈവം നമുക്ക് നൽകുന്ന സ്നേഹസമ്മാനമായി നമുക്കും കരുതാം. ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിനു വേണ്ടി സഹിച്ച് ക്ഷമിച്ച് മരിച്ച വിശുദ്ധ അൽഫോൻസാമ്മ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. തന്നെ കാണാൻ വരുന്ന നവസന്യാസിനികളോട് വിശുദ്ധ അൽഫോൻസാമ്മ പറയുമായിരുന്നു വീഞ്ഞിൻ്റെയും ഓസ്തിയുടെയും കഥ. ഗോതമ്പ് പൊടിച്ച് അഗ്നിയിൽ സ്ഫുടഭാഗം ചെയ്യുമ്പോൾ അത് വെണ്മയുള്ള ഓസ്തിയായിത്തീരുന്നു. മുന്തിരി ചക്കിലിട്ട് ഞെക്കി മുന്തിരി ചാറായി മാറുന്നു. അത് ദീർഘനാൾ സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ അത് വീര്യമുള്ള വീഞ്ഞായിത്തീരുന്നു. അതുപോലെ നമ്മളും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹനങ്ങളും വേദനകളും ത്യാഗങ്ങളുമൊക്കെ അഗ്നിസ്ഫുടഭാഗം ചെയ്താൽ, ചക്കിലിട്ട് ഞെക്കി പാകപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ മുഖം നമുക്കും ദർശിക്കാനാകും. വിശുദ്ധ അൽഫോൻസാമ്മയെക്കുറിച്ച് പാലാരൂപത്തിലെ രൂപതാധ്യക്ഷനായ ജോസഫ് കലറങ്ങാട്ടച്ചൻ ഒരിക്കൽ പറയുകയുണ്ടായി, വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും വാതിൽ കൊണ്ട് സ്വർഗത്തിൻ്റെ ആനുവാതിൽ വിശുദ്ധ അൽഫോൻസാമ്മ നമുക്ക് തുറന്നു തന്നു. ഇനിയും ആ വാതിലിന് നേരെ നമ്മൾ കണ്ണടയ്ക്കരുതേ എന്ന് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വിനയത്തിൻ്റെയും ആ മാതൃക നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നമുക്കൊരു മാർഗദീപമായി തീരട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകട്ടെ. അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. നന്ദി.